സഹോദരി സഹോദരന്മാരെ, തിരുസഭയുടെ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയിലും കൂദാശകളിലും പരിശുദ്ധ കത്തോലിക്ക വിശ്വാസത്തിലും സഭാതനയരെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ കർത്താവ് കനിവോടെ ഉയർത്തിയ അവിടുത്തെ ഒരു എളിയ ദാസിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മരിയ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ഇത് ആശ്ചര്യകരമായി തോന്നും. അവിടുന്ന് ചോദിക്കുന്നു, ആര് എനിക്കായി പോകും? ആരെ ഞാൻ അയക്കും? ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സഹോദരങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ കാസറ്റുകൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് നിർമ്മിച്ചവരെയും അതിനായി പ്രവർത്തിച്ചവരെയും അത് പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ തലമുറകളെയും ദിവ്യകാരുണ്യ ഈശോ തൻ്റെ അമ്മയോട് ചേർന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തും അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ്! അങ്ങയുടെ കൂടെ ആയിരിക്കുന്നത് എത്ര മനോഹരമാണ്! നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ദൈവമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവമേ, ഞങ്ങളാവുന്നത്ര അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ബലികളോ കാഴ്ചകളോ അവിടുന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ശരീരം സജ്ജമാക്കി തന്നു. ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഇത് അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ആ ഹിതം ഒരിക്കൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ബലി വർപ്പിച്ചത് വഴി നിവൃത്തിയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ ശരീരത്തിൽ നിരന്തരമായി ബലി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ദൈവമേ, അവിടെ നടന്ന വഴിയിലൂടെ തന്നെ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് തന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പറയുവാനും കേൾക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇത് അങ്ങയുടെ ശുശ്രൂഷയാണ്, എൻ്റേതല്ല. പരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടേത് മാത്രമായി സ്വീകരിക്കണമേ. അവിടുത്തെ കാര്യങ്ങളിലെ ഒരു ഉപകരണമായി തീരുവാൻ എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അവിടുത്തെ തിരുഹൃദയത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹവും എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈശോയെ അറിയാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് കരുണ കാണിച്ചു. സത്യം എന്താണെന്ന് അറിയാനും സത്യസഭയുടെ അംഗമായി തീരാനും മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി മാത്രം എൻ്റെ ജീവിതം സമർപ്പിച്ചതും അതിനെനിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ലാഭം ഉണ്ടാവണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. സത്യം അറിയണം,
എൻ്റെ ആത്മാവ് ദൈവസന്നിധി രക്ഷ കണ്ടെത്തണം, കർത്താവിൻ്റെ കൂടെ എനിക്കായിരിക്കണം. അത്രമാത്രം ഞാൻ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നെ എനിക്ക് എല്ലാം പറഞ്ഞു തന്ന് തിരുസഭയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ തിരുസഭയുടെ അംഗമായി തീർന്നു. 96 തിരുസഭയുടെ അംഗമായി തീരുമ്പോൾ ഞാൻ പഞ്ചാബിലെ ജലന്ധർ എന്ന സ്ഥലത്താണ്. ഏതാനും മാസങ്ങൾ കൂടി അവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് മടങ്ങി. ഞാൻ വിചാരിച്ചത് എൻ്റെ പ്രശ്നങ്ങളെല്ലാം അതോടെ അവസാനിച്ചു എന്ന്. കാരണം ഈശോയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. കർത്താവ് എന്നെ സന്ദർശിക്കാൻ വരുന്നു. ഓരോ തവണ ഈശോ വരുമ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഈശോയോട് ചോദിക്കണം. അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടണം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഈശോ വരുമ്പം പറയാനായിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു, ചോദിച്ചു വാങ്ങിക്കാൻ. എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമായി യേശു ക്രിസ്തുവിനെ ഞാൻ കരുതി. ആവശ്യമില്ലാത്തപ്പോഴൊന്നും ഞാൻ ഈശോയുടെ അടുത്ത് ചെല്ലുമൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ. അങ്ങനെ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തു. പക്ഷെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഒരുപാട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. സാധാരണ ഒരു ധ്യാനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല, പിന്നെ അവരെന്തിനാ ധ്യാനത്തിന് പോയത്? എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. കർത്താവിന് നമ്മളെ മാത്രം മതി. പക്ഷെ ഞാൻ എന്നെ കൊടുക്കാൻ വേണ്ടി ഒരിക്കലും ഈശ്വരൻ്റെ അടുത്ത് പോയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സഹനങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ മനസ്സിലായില്ല ഇതെന്ത് പറ്റിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഓരോ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി പോലും കഷ്ടപ്പെടുന്ന രീതിയിൽ സഹനങ്ങളുണ്ടായി വന്നു. അതുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ആദ്യം അങ്ങ് തന്നെയാണോ എന്നോട് സംസാരിച്ചത്? അങ്ങ് തന്നെയാണെങ്കിൽ ഒരിക്കൽ കൂടി എന്നോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഏതാനും മാസങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ദിവസം ഈശോ വന്ന് എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോന്നപ്പോൾ കുരിശ് കൊണ്ടുപോന്നിട്ടില്ല. ഞാനിങ്ങ് പോന്നതേ ഉള്ളൂ. കുരിശ് ഭൂമിയിൽ വെച്ചിട്ടാണ് പോന്നത്. സഹനമില്ലാതെ വിശുദ്ധിയില്ല. നീ എന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ കുരിശ് ഞാൻ എപ്പോഴും നിൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കുക. നീ ആ കുരിശിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ വേദനയുണ്ടാവും, എങ്കിലും വിഷമിക്കണ്ട. എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൃപ കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക. അതാണ് നിൻ്റെ പ്രശ്നം. സഹനങ്ങളൊക്കെ സ്വീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഫലം ഉണ്ടാകുക. എങ്ങനെയെങ്കിലും സ്വീകരിച്ചാലല്ല. അതുകൊണ്ട് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ നൽകുന്നത് അല്പമേ ഉള്ളൂ എങ്കിലും ദൈവം സ്വീകരിക്കും. അല്ലെങ്കിൽ എത്രയധികം കൊടുത്താലും ദൈവം സ്വീകരിക്കില്ല. ദൈവം അത് അറിയുക പോലുമില്ല. ഇങ്ങനെ ഒരു സാധനം ഞാൻ തന്നല്ലോ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം അത് അറിയുക പോലുമില്ല. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ലെന്ന് ഈശോ പറയുന്നത് നീ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചേ കൊടുത്തുള്ളൂ എങ്കിലും സന്തോഷത്തോടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുക. ഓരോന്നും സന്തോഷത്തോടെ സ്വീകരിക്കുക. നീ ജീവിതകാലം മുഴുവനും ഇരുന്ന് സഹിച്ച് തീരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഒരു സഹനം ഞാൻ നൽകുമ്പോൾ അതുകൊണ്ട് നിന്നിൽ നിന്ന് ഒരു വിശുദ്ധി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നീ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധി നിന്നിൽ പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ തന്നെ ആ സഹനം എടുത്ത് മാറ്റും. നീ പറയൊന്നും വേണ്ട. പക്ഷേ നീ സ്വീകരിക്കുന്നില്ലാത്തത് കൊണ്ട് എനിക്കത് നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നില്ല. ഇനി ഒരു സഹനം ഞാൻ എടുത്തു മാറ്റിയാൽ ഉടനെ തന്നെ ഞാൻ മറ്റൊന്ന് നിനക്ക് തരും. ഒരു സഹനവും ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരിക്കലും നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണമുണ്ട്, നീ എന്നിൽ നിന്ന് അകന്നു പോകും. ഒരു സഹനവും ഇല്ലെങ്കിൽ നീ എന്നിൽ നിന്ന് അകന്നു പോകും. എന്നെ ഓർക്കുക പോലുമില്ല. പിന്നെ നിനക്കൊന്നിനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ സഹനങ്ങളും നിനക്ക് ജീവിതകാലം മുഴുവൻ തന്നുകൊണ്ടിരിക്കും. അതോർത്ത് വിഷമിക്കേണ്ട, ഞാനെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് സമാധാനമായി. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ മുമ്പോട്ട് പോയി. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈശോ, എനിക്ക് സുവിശേഷ വേല ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം അതിനൊന്നും അനുവദിക്കുന്നതല്ല. അപ്പോൾ ഞാൻ വീട്ടിലെ മൂത്തയാളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ വർഷം തന്നെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ രണ്ടാമത് ഈശോ ദർശനം കാണിക്കാൻ തുടങ്ങി. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ വന്നപ്പോൾ ഈ സുവിശേഷം എന്നെ പഠിപ്പിക്കുകയും ചെയ്തത്. ആദ്യം സുവിശേഷത്തിൻ്റെ ഒരു വചനം പോലും നല്ലതുപോലെ എനിക്ക് പറയാൻ അറിയത്തില്ല. വചനം അറിയാവുന്നതൊക്കെയും ഈ വചനത്തെ വെട്ടാനും കീറാനും മുറിക്കാനും തർക്കിക്കാനും ഒക്കെ അറിയാവുള്ളൂ. വചനം അല്ലാതെ പറയാൻ അറിയത്തില്ല. സ്നേഹത്തോടെ വചനം ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈശോ വന്ന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എന്നെ പഠിപ്പിക്കുകയും ചെയ്തത് ആദ്യം.
എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാവിലെ 3 മണി വരെ ഈശോ പഠിപ്പിച്ചു, വെളുപ്പിന് 3 മണി വരെ. ഒത്തിരി സന്തോഷത്തോടുകൂടി ഞാൻ ബൈബിൾ തുറന്നു നോക്കി. ഏത് ഭാഗം തുറന്നു നോക്കിയാൽ അതിൻ്റെയൊക്കെ അർത്ഥം അറിയാം. ഭയങ്കര സന്തോഷമായി. 3 മണിയായപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കർത്താവ് എന്നെ ഉറക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 5 സെക്കൻഡ് പോലും ഞാൻ ഇരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പെട്ടെന്ന് ഉണർന്നിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാൻ വീണ്ടും മയങ്ങി പോവുകയാണ്. അപ്പോൾ രണ്ടാമത് ഈശോ ഒരു ദർശനം കാണിച്ചു തന്നു. ഈ ദർശനത്തിൽ അന്ത്യവിധിയെക്കുറിച്ചാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്, എന്നെ കാണിച്ചു തന്നത്. ആദ്യം കണ്ടത് ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോയി. ആകാശത്തിൻ്റെ ഒരു വശം മാത്രം ഒരു മേഘമുണ്ട്, മിന്നിത്തിളങ്ങുന്ന വെള്ളി മേഘങ്ങൾ. അതിന് മുകളിൽ കൂടി മിന്നൽ പിണരുകൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, ഇടിമിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ. അങ്ങനെ മിന്നലുകൾ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു കുറേ സമയത്തേക്ക്. ആ സമയത്ത് ഞാനൊരു പാട്ട് കേട്ടു, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ആ പാട്ട് കേട്ടു. ഒപ്പം മാലാഹ കുഞ്ഞുങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ട് പാട്ട് പാടിക്കൊണ്ട് ഉപകരണങ്ങളുമായി പാടിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് വരാൻ തുടങ്ങി. 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സമൂഹമായിരുന്നു ഓരോ ഗ്രൂപ്പും. അവർ ആണാണോ പെണ്ണാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല, അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുകയില്ല നമുക്ക്. അങ്ങനെ അവരുടെ ഓരോ ഗ്രൂപ്പിലും 10, 12, 16 ഒക്കെ ആളുകളുണ്ടാവും. അവർ പ്രത്യേകമായി ഒരു പ്രത്യേക സ്വരത്തിൽ മനോഹരമായി ഇത് പാടിക്കൊണ്ടിരുന്നു. ആകാശം മുഴുവൻ അവരെ കൊണ്ട് നിറഞ്ഞു. പിന്നെ അവർ പോകാൻ തുടങ്ങി. അവർ മാറിപ്പോയി. അവസാനത്തെ ഗ്രൂപ്പും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ മേഘങ്ങൾക്ക് മുകളിൽ ഒരു നിഴലായി കുരിശിൻ്റെ ഒരു നിഴൽ കാണപ്പെട്ടു. പിന്നെ ആ കുരിശ് തെളിഞ്ഞു വന്നു. കുരിശ് വ്യക്തമായി നല്ലതുപോലെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുരിശിന് മുകളിൽ കർത്താവിൻ്റെ രൂപവും തെളിയാൻ തുടങ്ങി. വിധിയാളനായ ഈശോയുടെ രൂപം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത വിധം അത്രമാത്രം ഗാംഭീര്യമുള്ള മുഖമായിരുന്നു അത്. കരുണയുടെ രൂപവും മുഖവുമാണ് എപ്പോഴും ഈശോ വരുമ്പോൾ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഈ രൂപം അങ്ങനെ ആയിരുന്നില്ല. മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമായിരുന്നില്ല ആർക്കും. മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല എന്ന രീതിയിലാണ് ഈശോ നിൽക്കുന്നത്. ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഈശോയുടെ രൂപം വ്യക്തമായി തെളിഞ്ഞു. അതിനുശേഷം ഈശോയുടെ 2 വശത്തുമായി വലിയ 2 മാലാഖമാർ. സാധാരണ മനുഷ്യരുടെ വലിപ്പമൊന്നും അല്ല അവർക്കുള്ളത്. തീ പോലെ ജ്വലിക്കുന്ന മാലാഖമാരായിരുന്നു അവർ. പടയാളികളെ പോലെ പടച്ചട്ടകൾ ധരിച്ചിരുന്നു. അവർ 2 പേരുടെയും കയ്യിൽ 2 പെട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും വന്നു. ഈ സമയത്ത് ആ ഭൂമിയൊന്നുമില്ല, ഈ അന്ധകാരം മാത്രമാണ് ഭൂമിയുടെ സ്ഥാനത്തുള്ളൂ. അവിടേക്ക് നോക്കിയിട്ട് ഈശോ കൈ കാണിച്ചു വിളിച്ചു മുകളിലേക്ക്. പെട്ടെന്ന് ആ അന്ധകാരത്തിൽ നിന്ന് ജനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. എല്ലാ ജാതി ജനതകളിലുമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾ വന്ന് ആകാശത്തിൽ ഈശോയുടെ മുമ്പിൽ നിരന്നങ്ങ് നിന്നു. എല്ലാ ഭാഷക്കാരും എല്ലാ ജനതകളും അവരെന്ത് ചെയ്യുകയായിരുന്നു ആ നിമിഷത്തിൽ തന്നെ അവർക്കൊന്ന് അനങ്ങാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പാണ് അവരെല്ലാവരും ഉയർന്നു വന്നതെന്നുള്ള കാര്യം അവർ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. കാരണം അവരോരോരുത്തരും എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ തിരുവോസ്തി കയ്യിലെടുത്ത് ഉയർത്തിയ വടിയാണ്. അത് താഴെ വയ്ക്കാൻ സമയം കിട്ടിയില്ല. ഉയർത്തി പിടിച്ച തിരുവോസ്തിയുമായിട്ടൊരു വൈദികൻ. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ നിൽക്കുക. വിവാഹം നടന്നുകൊണ്ടിരിക്കുക. ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് സ്ത്രീ ആ കറിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. തവി കയ്യെന്ന് വിടാൻ സമയം കിട്ടിയില്ല. പണിതുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എന്താണ് ചെയ്തുകൊണ്ടിരുന്ന ആ കത്തി കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത്, അരിവാൾ കൊയ്തുകൊണ്ടിരിക്കുന്ന അരിവാള് കൈ പിടിച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആള് അങ്ങനെ തന്നെ. എല്ലാവരും കണ്ടാൽ അറിയാം അവരെന്ത് ചെയ്യുമായിരുന്നു. കണ്ണിമയ്ക്കുന്ന നിമിഷത്തിനുള്ളിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന് ഈശോയുടെ വചനം ഈശോ എന്നെ ഓർമ്മപ്പെടുത്തി. ഒന്നിനും ഈശോ വന്ന് വിളിച്ചാൽ പിന്നെ നമുക്ക് സമയം കിട്ടുകയില്ല. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിശുദ്ധമായിരിക്കണം. കാരണം ഈശോ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല. അങ്ങനെയാണ് എല്ലാവരും വന്നത്. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല, തല കുനിച്ച് നിൽക്കുക. എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയെന്ന്. കാരണം എനിക്ക് അപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക, ഇവരുടെയൊക്കെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല. എനിക്ക് തോന്നി ഹൃദയം മരവിച്ചു പോയെന്ന്. കർത്താവെ കരുണയായിരിക്കണേ എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് എല്ലാവരും ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആരെയും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് തോന്നി.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം ഒരു ദൂതനെ ഈശോ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തോട് പെട്ടി തുറക്കാൻ പറഞ്ഞു. പെട്ടി തുറന്ന് മനോഹരമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്ന് വേറൊരു ചെറിയ ബോക്സ് എടുത്തു. അത് തുറന്നപ്പോൾ അതിനകത്ത് 2 ചുരുളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ ചുരുള് കയ്യിലെടുത്തു. ഈശോ വായിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള തിരുവചനങ്ങൾ. അത് മുഴുവനും വായിച്ചു. അത് മാത്രമാണ് ആ ചുരുളിൽ എഴുതി വെച്ചിരുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈ വചനങ്ങൾ മുഴുവനും വായിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ആ ഭാഗവും വായിച്ചു. അതിനുശേഷം തുറന്നു വായിക്കാൻ തുടങ്ങി. ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഇതെല്ലാം ആ ഭാഗങ്ങളും വായിച്ചു. ഒടുവിൽ അതിൻ്റെ ശപിക്കുന്ന വചനവും കൂടി വായിച്ചു. ശാപത്തിൻ്റെ വചനം കൂടെ വായിച്ചു തീർന്നപ്പോൾ കഴിഞ്ഞു. ആ ചുരുള് അടച്ച് അതുപോലെ തന്നെ റിബണിട്ട് കെട്ടി പെട്ടിക്കകത്ത് വെച്ചു. രണ്ടാമത്തെ ചുരുളെടുത്തു. എന്നിട്ട് വീണ്ടും വായിക്കാൻ തുടങ്ങി. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ. പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ അശുദ്ധരാക്കാൻ ഒന്നിനും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കിയത്. ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെന്നും വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ വായിച്ചു. അതിനുശേഷം ആ ചുരുളും അതുപോലെ തന്നെ അടച്ച് കെട്ടി പെട്ടിക്കകത്ത് വെച്ച് ബോക്സും അടച്ച് പെട്ടി അടച്ച് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഈശോ ഇരിക്കുന്ന ജനത്തിലെ ഓരോരുത്തരുടെ നേരെയും വിരൽ ചൂണ്ടി. ഈ സമയത്ത് ഇത് വായിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് തലയുയർത്തി നോക്കി. അല്ലെങ്കിൽ ആർക്ക് സാധിക്കുകയല്ല ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ പോലും സാധ്യമല്ല മനുഷ്യന്. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഏത് വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞാലും ശരി. കാരണം വിശുദ്ധരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആരും ഈശോയുടെ നേരെ സൂക്ഷിച്ച് നോക്കുന്നൊന്നുമില്ല. ഈ കൈ ഇങ്ങനെ ചൂണ്ടി ഈശോ ഓരോരുത്തരുടെയും മുഖത്തേക്ക് എന്നിട്ട് പറഞ്ഞു, പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് നിങ്ങളെ അശുദ്ധരാക്കാൻ ഒന്നിനും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് നിങ്ങളെ അശുദ്ധരാക്കിയത്. ഇത് ഏതാനും തവണ ഈശോ ആവർത്തിച്ചു. അതിനുശേഷം കൈതാത്തിയിട്ടപ്പോൾ എല്ലാവരുടെയും തലയും കുനിഞ്ഞു. പിന്നെ ആരും ഈശോയുടെ നേരെ നോക്കുന്നില്ല. കർത്താവ് രണ്ടാമത്തെ ദൂതനെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ബോക്സിൽ വളരെ വലിയ ഒരു പുസ്തകമായിരുന്നു. ആ ബുക്ക് തുറന്നു വെച്ചു. തുറന്നപ്പോൾ തിളങ്ങുന്ന താളുകളാണ് അതിൻ്റെ. അതിലെ ഒരു താള് കയ്യിൽ ആദ്യത്തെ താള് മറിച്ചപ്പോൾ അവിടെ ഒരാളുടെ പേരെഴുതിയിട്ടുണ്ട്. ഇനി ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഇതുവരെ ജനിച്ചതും അപ്പോൾ ഉണ്ടായിരുന്നതുമായ സർവ്വ മനുഷ്യരുമാണ് അവിടെ വന്നിരിക്കുന്നത്. എങ്കിലും ഏറ്റവും പുറകിലുള്ളവർക്കും ഏറ്റവും മുമ്പിലുള്ളവർക്കും പരസ്പരം ഇതുപോലെ കാണാം. ദൂരം ഒരു പ്രശ്നമല്ല അവിടെ. അതുപോലെ തന്നെ ഏറ്റവും പുറകിലുള്ളവർക്കും ഏറ്റവും മുമ്പിലുള്ളവർക്കും എല്ലാം ഒരുപോലെ കേൾക്കാം. അവിടെ ഒരു മൈക്കിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും പരസ്പരം കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പോഴാണ് ഈശോ ഈ ദൂതൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് ദൂതൻ തന്നെ തുറന്ന് ആദ്യത്തെ പേജിലെ പേരെഴുതിയിരിക്കാം. ഈശോ വായിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉറക്കെ വായിച്ചു. എനിക്ക് നല്ല പരിചയമുള്ള ഒരു വചനപ്രഘോഷകൻ്റെ പേരായിരുന്നത്. എനിക്ക് സന്തോഷമായി. ഏതായാലും ആദ്യം തന്നെ ദൈവം നല്ലതുപോലെ വിശുദ്ധനായ ഒരു മനുഷ്യനെയാണല്ലോ വിളിച്ചതെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. പേര് വിളിച്ച ഉടനെ തന്നെ ഈ ഒരാൾ മാത്രം ആകാശത്തിലേക്ക് ഉയർന്നു വന്നു നിന്നു. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണാം. സർവ്വ മനുഷ്യർക്കും കാണാവുന്ന പോലെ അദ്ദേഹം ഉയർന്നു വന്നു നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നതിൻ്റെ ഒരു വശത്തായിട്ട് ആകാശത്തിൽ വലിയ ഒരു സ്ക്രീൻ കാണപ്പെട്ടു. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ജനിച്ച അന്ന് മുതൽ മരിച്ച് ശവസംസ്കാരത്തിന്റെ അന്ന് വരെ അദ്ദേഹം അറിയാതെ ഒരാൾ പുറകെ നടന്ന് കാസറ്റിൽ ജീവിതം മുഴുവൻ പിടിച്ചാൽ എങ്ങനെയുണ്ടോ അത് മുഴുവൻ കാസറ്റിൽ കാണുന്ന പോലെ, സിനിമയിൽ കാണുന്ന പോലെ നമ്മൾ ആ സ്ക്രീനിൽ കാണാൻ തുടങ്ങി.
ജീവിതം മുഴുവനും. ആ മനുഷ്യൻ കൂടുതലായിട്ടൊരു ശ്വാസം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ അതുവരെയും ഇതിൽ കേൾക്കാം. ഹൃദയത്തിൽ പറഞ്ഞതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് പോലെ നമുക്ക് കേൾക്കാം. ജീവിതം മുഴുവൻ ഇതിങ്ങനെ കാണാൻ തുടങ്ങി. അദ്ദേഹം വീഴുന്നു, പലപ്പോഴും ആത്മീയമായിട്ട് വീണുപോയി. വീണ്ടും ഈശോ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് താങ്ങിയെടുത്തുകൊണ്ടിരുന്നു. വീണ്ടും നടക്കുന്നു, വീണ്ടും തെറ്റുകൾ ചെയ്യുന്നു, വീണ്ടും കർത്താവ് സഹായിക്കുന്നു. അങ്ങനെയെല്ലാം മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഇദ്ദേഹം കണ്ണുനീരോടും വലിയ ദുഃഖത്തോടും കൂടി കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് ചെല്ലുന്നതുവരെ കാണിക്കുള്ളൂ. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് ഹൃദയം നുറുങ്ങി പൊട്ടി കരയുന്നുണ്ട്. കുമ്പസാരിച്ചിട്ട് എഴുന്നിട്ട് പോരാൻ പറ്റാത്ത വിധം അദ്ദേഹം തകർന്നവനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ക്രീനിൽ കാണുകയില്ല. ബാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുതാപം ഇല്ലാതെ കുമ്പസാരിച്ചതും ഒക്കെ വെറുതെ ചെന്ന് ഒരു ബോധ്യപ്പെടുത്തിന് വേണ്ടി പറഞ്ഞതും എല്ലാം അത് മുഴുവനും ഇതിൽ കാണിക്കുക. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തല താന്നു. പിന്നെ അദ്ദേഹം നേരെ നോക്കിയില്ല. എല്ലാ മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈശോയുടെ സ്വരം ഞാൻ കേട്ടു. ഒരിക്കൽ തിരുവചനത്തിൽ ഞാനിങ്ങനെ എഴുതി വെച്ചത് നീ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വീടിന് മുറിക്കുള്ളിലിരുന്ന് രഹസ്യത്തിൽ സംസാരിച്ചത് പുരമുകളിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും, ഒരു സമയം വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നീ എന്താ വിചാരിച്ചത്? നീ പെരയ്ക്കാത്തിരുന്ന് പറഞ്ഞതൊക്കെ ആരെങ്കിലും നിന്റെ വീടിന്റെ മുകളിൽ കയറി വിളിച്ചു പറയുന്നു വിചാരിച്ചോ? ഇങ്ങനെ ഒരു ദിവസം വരുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. സർവ്വ മനുഷ്യരും അറിയുന്ന ഒരു ദിവസം വരും. അതേക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത് മുഴുവനും ഓടിക്കൊണ്ടിരുന്നു, കണ്ടുകൊണ്ടിരുന്നു. എല്ലാ മനുഷ്യരും കണ്ടു. ഇദ്ദേഹം മാത്രം തല കുനിച്ചു നിന്നു. അവസാനം അത് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തോടു കൂടി കാസറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഈശോ അദ്ദേഹത്തെ മുമ്പിലേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചോദിച്ചില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അയാൾ ആരാണോ അത് ഒരൊറ്റ വാക്കിൽ ഈശോ സംസാരിച്ചു. നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചോദിച്ചില്ല. സകലവിധ ആസക്തികളും നിറഞ്ഞവനാണ് നീ, അത്രേ പറഞ്ഞോളൂ. അങ്ങനെ അല്ലെന്ന് ആ മനുഷ്യനോട് പറയാനും പോയില്ല. ഈശോ കൈവീശി. പിന്നെ ഞാൻ അയാളെ കണ്ടില്ല. പിന്നെ അടുത്തയാളുടെ പേര് വിളിച്ചു. അങ്ങനെ ഓരോരുത്തരും പേര് വിളിക്കും. അവരുടെ ജീവിതം ഇങ്ങനെ സ്ക്രീനിൽ കാണും. അവസാനം വിധിക്കും. ഇങ്ങനെ പോവുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയുടെ പേര് വിളിച്ചു. എനിക്ക് നല്ല പരിചയമുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പോലും പോവുകയല്ല ചേച്ചി. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ചേച്ചി അവിടെ നിന്ന് വഴിയിലിരുന്ന് സൈഡിൽ എവിടെയെങ്കിലും പുല്ല് എത്തുന്ന കാണാം. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ പോകുന്നവരെല്ലാവരോടും പറയും ഇതിന് ഞായറാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ചേച്ചിനെ കുറ്റം വിധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോകും. അത് അവിടെ ഇരുന്ന് പുല്ല് എത്തിക്കൊണ്ട് വീട്ടിലേക്കും പോകും. ഈ ചേച്ചിയുടെ പേര് വിളിച്ചു. എനിക്ക് മനസ്സിലായി ഇപ്പം തന്നെ വലിയൊരു വിധി ഞാൻ കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ കണ്ണും അടച്ചു. ഇത് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു അനക്കവും കേൾക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പതുക്കെ കണ്ണ് തുറന്നു നോക്കി. അപ്പോൾ ഈശോ എന്നെ നോക്കി നിൽക്കുക. ഞാൻ കണ്ണ് തുറക്കാൻ വേണ്ടി. അവിടെ ഒരു സ്ക്രീനും ഇല്ല, ഒരു കാഴ്ചയില്ല. ഈ ചേച്ചി അവിടെ നിൽപ്പുണ്ട്. ചേച്ചിക്ക് ഒരു പ്രതീക്ഷയില്ല. ചേച്ചി നരകത്തിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. കാരണം അതിനറിയാം എൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന്. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. എപ്പോഴായിരുന്നു വിടുന്ന നരകത്തിലേക്ക് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു മാത്രം ഒരു പ്രതീക്ഷയില്ലാതെ നിരാശയോടുകൂടി വലിയ വേദനയോടുകൂടി തലയും കുനിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് ഈശോയുടെ നേരെ നോക്കി കഴിഞ്ഞപ്പോൾ ഈശോ ചേച്ചിയുടെ നേരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ മനസ്സറിയുന്നു, എനിക്ക് നിന്റെ ഹൃദയം അറിയാം, അത് മതി. ഒന്നും കണ്ടില്ല. ചേച്ചിക്ക് വിശ്വസിക്കാൻ പറ്റാതെ അത് കൈകൾ കൂപ്പുക മാത്രം ചെയ്തു. അപ്പോൾ ഈശോ എൻ്റെ നേരെ തിരിഞ്ഞു എന്നോട് പറഞ്ഞു, മറ്റൊരുവനെ വിധിക്കുമ്പോൾ നീ ആര് തന്നെ ആണെങ്കിലും നിനക്ക് ന്യായീകരണം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയി. നീ ആരാണെങ്കിലും വേറെ ആളെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. നീ ഒരു വിശുദ്ധയാണെങ്കിൽ പോലും, നീ കത്തോലിക്ക സഭയിലുള്ള ആളാണോ, പെന്തക്കോസ്ത് സഭയിലുള്ള ആളാണോ, വിശുദ്ധയാണോ, മാർപ്പാപ്പയാണോ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. നീ ആര് തന്നെയാണെങ്കിലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. വിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. പുത്രൻ അത് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. പുത്രൻ വിധിച്ചോളും. അതുകൊണ്ട് വിധിക്കരുത്. ഇനി ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നാണ് യേശുക്രിസ്തു ഇടപെടുന്നതെന്ന് നിനക്കറിയാൻ പറ്റില്ല. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ സന്നിധിയിൽ എത്തുന്നുമില്ല. അതിനു മുമ്പ് ഇവന്റെ ജീവിതം നശിച്ചതാ, ഇവന്റെ ആത്മാവ് നശിച്ചതാ, ഇവൻ നശിച്ചു പോകുകയുള്ളൂ നീ വിധിച്ചാൽ. അവന്റെ സമയമാകുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടുള്ളൂ. അവനെ വിധിച്ചതിന്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. പിന്നെ എന്തിനാ നീ വെറുതെ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? അപ്പൊ അതുകൊണ്ട് ആരെയും വിധിക്കണ്ട. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണമേ എന്ന് അവരുടെ കുറവ് കാണുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി.
ചേച്ചി സന്തോഷത്തോടെ കർത്താവ് അവിടെ നിന്ന് പറഞ്ഞയച്ചു. വീണ്ടും ഓരോരുത്തരെ വിധിക്കുകയാണ്. ഒടുവിൽ 2 വൈദികരുടെ പേര് വിളിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ച് രക്തസാക്ഷികളായി തീർന്നതാണ്. പേര് വിളിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുകയാണ് സാധാരണ ചെയ്യാറ്, അല്ലെങ്കിൽ അവരവിടെ എഴുന്നേറ്റ് നിൽക്കും. ഇനി സ്ക്രീനിൽ കാണിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല വിശുദ്ധരുടെ ജീവിതമൊക്കെ ആണെങ്കിൽ. കാരണം അവർ വേണ്ട വിധത്തിൽ അനുദപിച്ച് തന്നെ മരിച്ചത്. പാവങ്ങളെക്കുറിച്ച് ഓർത്ത്, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് തന്നെ വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ ഇതൊന്നും അല്ലാതെ പേര് വിളിച്ച് അവിടെ നിൽക്കുന്നില്ല ഇവർ രണ്ടുപേരും. അവർ പറഞ്ഞു വരിക ഈശോയുടെ നേരെ. എന്നിട്ട് ഈശോയുടെ ഹൃദയം ജ്വലിച്ച് അത് തുറന്നു. ഇവർ രണ്ടുപേരും ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ഹൃദയം പൂർവ്വസ്ഥിതിയിലായി. അപ്പൊ എനിക്ക് അത്ഭുതമായി, ഇവരെന്താ ഇങ്ങനെ? അവര് സ്ക്രീനിലൊരു കണ്ടുമില്ല, വിധിച്ചുമില്ല, അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തിയില്ല, ഒന്നും സംഭവിക്കാതെ എന്താ ഇങ്ങനെ ചെയ്തത്? ഈശോ പറഞ്ഞു, മോളെ, അന്ത്യവിധിയുടെ സമയത്താണ് ഞാൻ ഏറ്റവും വിഷമിക്കുന്നത്, സ്നേഹത്തിന്റെ കാര്യത്തിൽ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല. പക്ഷെ വിധിയുടെ സമയത്ത് ഇതെനിക്ക് കാണിക്കാൻ പറ്റിയല്ല. എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉള്ളിൽ വെച്ചിട്ട് സഹിക്കുക ഈ സ്നേഹം മുഴുവനും. അല്പം ഈ വിധിയുടെ സമയം കഴിയുമ്പോൾ അവരെയും കൂട്ടി ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കും, സ്വർഗത്തിലേക്ക്. അവിടെയാണ് നിത്യജീവിതം തുടങ്ങുന്നത്. വീണ്ടും ഓരോരുത്തരെ വിധിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നീ കാണണം. രക്തസാക്ഷികളായി മരിക്കുന്നവർക്ക് ഒരു വിധിയില്ല. ഇതുപോലെ ഞാൻ അവരെ എൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് സ്വീകരിക്കുകയുള്ളൂ. രക്തസാക്ഷികളായി മരിക്കുന്നവരെ എൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് സ്വീകരിക്കുകയുള്ളൂ. വിധിയില്ല, ഒന്നുമില്ല. അതെല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പം അതുകൊണ്ട് നീയും ഒരുങ്ങി കാത്തിരിക്കുക. കർത്താവിന് ഹിതമാണെങ്കിൽ രക്തസാക്ഷിയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല രക്തസാക്ഷിത്വം. ദൈവം അനുവദിച്ചെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു ദാനമാണത്. അപ്പം അതുകൊണ്ട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ദൈവഹിതം നിറവേറട്ടെ എന്ന്. അപ്പോൾ വീണ്ടും കുറേ പേരുടെ കൂടെ വിധി കഴിഞ്ഞു. അവസാനം എൻ്റെ പേര് വിളിച്ചു. എൻ്റെ പേര് വിളിച്ചപ്പോൾ എന്നെ ഇറക്കി താഴെ ആൾക്കൂട്ടത്തിനകത്തേക്ക് ഇറക്കി നിർത്തി. അപ്പോഴാണ് അവിടെ നിന്നവരെന്താ അനുഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും സമയം കാണാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ശിരസ് മുതൽ പാദം വരെ ഒരു തുണി, എണ്ണയ്ക്കകത്ത് മുക്കിയ ഒരു തുണി ചുറ്റിയതിന് ശേഷം ആ തുണി ജീവനുള്ള എനിക്ക് തീ കൊടുത്താല് ജീവനോടെ എൻ്റെ അസ്ഥിയും മാംസവും എല്ലാം കത്തി ഉരുകുന്നത് പോലെ ഒരനുഭവമായിരുന്നു അത്. പുറം മുഴുവൻ കത്തി ഉരുകുകയാണ്. ജീവനോടെ ഞാൻ കത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ അസ്ഥിയും മാംസവും അടക്കം ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് 1000 കിലോ ഭാരമുള്ള ഐസ് കട്ടയാണ്. അവിടെ ഒരു ചിന്തയുമില്ല, ഒരു വികാരങ്ങളുമില്ല. കരുണയായിരിക്കണമെന്ന് പറയാൻ പോയിട്ട് യേശുവേ എന്ന പേര് പോലും മറന്നു പോകുന്നുമില്ല. ശൂന്യത മാത്രമുള്ള ഭാരമേറിയ ഒരവസ്ഥ ഹൃദയത്തിന്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, മോളെ, ഈ ഭൂമിയിൽ നിന്റെ ജീവന്റെ അവസാനത്തെ ശ്വാസം പോകുന്നത് വരെയും ഞാൻ കരുണയായിരിക്കും. അതിൻ്റെ ആ നിമിഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീതിയായിരിക്കും. അതുകൊണ്ട് അവസാന നിമിഷം വരെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ ഞാൻ നീതിയായിരിക്കും എന്ന കാര്യം മറക്കുകയും വരുത്. അവിടെ ഇറക്കി നിർത്തി ഈശോ ഒരു വാക്ക് എന്നോടും പറഞ്ഞു. എൻ്റെ ജീവിതം എന്താണോ അതേക്കുറിച്ച് ഒരു വാക്ക് ഈശോ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ദർശനം അവസാനിച്ചു. നേരം വെളുത്തപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. 2-3 ദിവസത്തേക്ക് ഞാൻ മരിച്ചതിന് തുല്യമായിരുന്നു. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ഏതായാലും ഒരിക്കൽ കൂടി ഈശോയെ അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചതുമില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ ഓർത്തു, കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ദർശനത്തിൽ ഈശോ പറഞ്ഞു, നിന്റെ ജീവിതം നീ എനിക്ക് സമർപ്പിക്കണം. അങ്ങനെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോയാൽ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ സാധിക്കുമെന്ന് ഓർത്തപ്പോൾ പിന്നെ സമർപ്പിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ സമർപ്പിച്ചില്ല. ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, നിന്റെ ജീവിതം എനിക്ക് സമർപ്പിക്കുക. ഈ ചെറിയ ജീവിതം എനിക്ക് തരാൻ എന്തിനാണ് നീ ഇത്ര വിഷമിക്കുന്നത്? ഇത് ജനത്തോട് മുഴുവൻ പറയേണ്ട ഒരു കാര്യമാണ്, ജനത്തെ അറിയിക്കണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തി, ഈ കാര്യങ്ങളൊക്കെ ഈ സത്യമാണെന്ന് എങ്ങനെ അറിയുന്നത്? വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് ചോദിച്ചു, കർത്താവേ, ഇതൊക്കെ നിന്റെ ഹിതം തന്നെയാണോ? നീ തന്നെയാണോ ഈ ദർശനമെല്ലാം എന്നെ കാണിച്ചു തന്നത്? അങ്ങനെയാണെങ്കിൽ നീ തിരുവചനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്നോടൊന്ന് സംസാരിക്കണമേ.
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചു. ഉപവാസത്തിൻ്റെ അവസാനം ഈ ദർശനത്തെ സമർപ്പിച്ച് ഇത് ദൈവഹിതമാണെങ്കിൽ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അപ്പസ്തോല പ്രവർത്തനം 22-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ പറഞ്ഞു തന്നു. ഇതിൽ 14 മുതലുള്ള വചനങ്ങൾ പ്രത്യേകമായി വരയിട്ട് കാണിച്ചു തന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ ആധുരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ അവന് സാക്ഷിയായിരിക്കും. എനിക്ക് മനസ്സിലായി, കർത്താവിനെ വെറുതെ വിടുകയില്ല, ഇത് ഞാൻ തന്നെ പറയണമെന്ന്. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നെല്ലിപ്പാറ തപോവനത്തിൽ കുറ്റിക്കലശ്ശേരി അനുവാദത്തോടു കൂടി വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരാന്തരിക സൗഖ്യധ്യാനം കൂടാൻ ഈശോ അനുവദിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് അതിനുശേഷം അവിടെ പന്തക്കോസ്ത അനുഭവ ധ്യാനം വരികയാണ്. പന്തക്കോസ്ത അനുഭവ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ അഭിഷേക പ്രാർത്ഥന മറ്റുള്ളവർ നടത്തുന്നത് കണ്ടപ്പം എനിക്കെന്തോ ഉള്ളിലൊരു പേടി തോന്നി. മനുഷ്യർ അവർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒച്ചത്തിൽ സ്വരം ഉയർത്തി സ്തുതിക്കുകയും അതുപോലെ കൈ ഉയർത്തി എന്തൊക്കെയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. പരിശുദ്ധാത്മാവ് വന്നാൽ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് പരിശുദ്ധാത്മാവിനോട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ലായിരുന്നു. വരമൊക്കെ വേണമെങ്കിൽ തന്നോട്ടെ, അഭിഷേകമൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഞാൻ പന്തക്കോസ്താനുഭവ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ളവരെല്ലാവരും അഭിഷേകം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാത്രം വരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. കുറച്ച് ദിവസം 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ഒരു സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ ആ സിസ്റ്റർ പറയുന്നൊന്നും അനുസരിക്കാനും കുമ്പസാരിക്കാനും എനിക്ക് പറ്റിയില്ല. അവസാനം എന്നെ ഉപ്പാണീശൻ്റെ അടുത്ത് കൊണ്ടുപോയി. അച്ഛൻ തന്നെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോലും എനിക്ക് പറ്റിയത്. ധ്യാനം പിന്നീടുള്ള ദിവസങ്ങൾ സന്തോഷമായി ധ്യാനത്തിൽ പങ്കെടുത്തു. അവസാനത്തെ ദിവസം അഭിഷേകം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിനോടുള്ള എൻ്റെ ഭയം മാറുകയും ചെയ്തു. അഭിഷേകം കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടുന്ന് പോന്നു. അതിനുശേഷം ഓഗസ്റ്റ് 15-ാം തീയതി 2002 ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ ബലി അർപ്പിക്കാൻ വേണ്ടി ഞാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോഴൊക്കെ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ ഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വഴി യാത്രയിലാണ് ആദ്യമായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നടക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ്? എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി അറിയാൻ വേണ്ടി എടുത്ത് ചോദിച്ചത് ഞാൻ, ആരാണ് എൻ്റെ കൂടെ നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധ മറിയമാണ്, യേശുവിൻ്റെ അമ്മയാണ് ഞാൻ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്ത് പറയാനാ ഇപ്പോൾ വന്നത്? എന്നോട് എന്ത് പറയാനാ ആഗ്രഹിക്കുന്നത്? അപ്പോൾ എൻ്റെ കൂടൊപ്പം നടന്നിട്ട് അമ്മ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, വിശുദ്ധയാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, വിശുദ്ധയാകാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ലത്. കാരണം ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. വിശുദ്ധയാകാൻ എങ്ങാനും ശ്രമിച്ചു പോയിട്ടുണ്ടോ, ഞാൻ വീണ്ടും വീണ്ടും കൂടുതൽ വീണു പോവുകയാണ്, എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, മോളെ, വചനത്തിൻ്റെ ശക്തി നീ ഉപയോഗിക്കുക. വചനത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്, ഇത് നീ മനസ്സിലാക്കുക. വചനം നിന്നെ ശുദ്ധീകരിക്കും, വചനം നിന്നെ സ്വതന്ത്രയാകും, അതറിയാവോ? അപ്പം അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, ഏത് ബലഹീനതയാണോ നിന്നെ കീഴടക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ, ആ ബലഹീനതയ്ക്കെതിരായ ഒരു വചനം കണ്ടുപിടിക്കണം. എന്നിട്ട് ആ വചനം കൊണ്ട് നിന്നെ നിരന്തരം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നീ ശുദ്ധി പ്രാപിച്ചോളാം. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം അമ്മ പറഞ്ഞു, വളരെ നിനക്ക് ആരും സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് കരുതുക, അത് വലിയൊരു വേദനയാണ്. വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെയോ അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിതരെയോ ആരെങ്കിലും ഒട്ടും എത്ര ശ്രമിച്ചിട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ഈ വചനം എടുക്കണം, ദൈവം സ്നേഹമാണ്. എന്നിട്ട് നീ പറയണം, ദൈവം സ്നേഹമാണ് എന്ന വചനത്താൽ എന്നെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ആ വ്യക്തിയെയും കഴുകണമേ, എൻ്റെ ഈ അവസ്ഥയെ കഴുകണമേ. നിരന്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവ സ്നേഹമാണെന്ന വചനത്താൽ എന്നെ കഴുകണമേ കഴുകണമേ എന്ന്. നീ പോലും അറിയാതെ ദൈവസ്നേഹം ആ വചനം നിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചോളും. നിനക്ക് കൂടുതൽ വിശുദ്ധിയുടെ മുമ്പോട്ട് പോകാൻ പറ്റുകയും ചെയ്യും. സന്തോഷമായി. വീണ്ടും അമ്മ പറഞ്ഞു, ഇങ്ങനെ ഏതൊക്കെ ബലഹീനതയുണ്ട് നിനക്കറിയാമല്ലോ, അപ്പൊ അതിനൊക്കെ പറ്റിയ വചനം ഈ ബൈബിളിൽ കിടപ്പുണ്ട്, ഇതൊക്കെ ഇരുന്ന് കണ്ടുപിടിച്ച് നീ അത് മുഴുവൻ ഉപയോഗിക്കണം. ഈ വചനങ്ങൾ നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടി അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, നീ അതൊന്നും തുറന്നു പോലും നോക്കാറില്ലെങ്കിലും. അപ്പം അതുകൊണ്ട് വചനം വായിച്ച് അങ്ങനെ ചെയ്തോളണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. എന്നിട്ട് എനിക്ക് സന്തോഷമായി. അങ്ങനെ ആ ദർശനവും അവസാനിച്ചു. അതിനുശേഷം ഞാൻ അവിടുത്തെ വീട്ടിൽ തന്നെ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിക്കുക.
ആ ദിവസങ്ങളിൽ ഉപ്പാണി അച്ഛൻ എന്നെ ഫോൺ ചെയ്ത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, നിന്നോട് ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു, പരിശുദ്ധ അമ്മയും അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ കാത്തിരുന്നതും. ഈശോ എവിടേക്ക് എന്നെ വിളിക്കുന്നു അവിടെയാണ് എൻ്റെ ശുശ്രൂഷ. അപ്പോൾ എനിക്ക് മനസ്സിലായി ചിറ്റൂരാണെന്ന്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എന്നെ കൊണ്ട് പറ്റും പോലെയുള്ള ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ ജീവിച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ മരിയൻ കൺവെൻഷനും ആന്തരിക സൗഖ്യധ്യാനവും അവിടെ നടക്കുകയാണ് 8 നോയമ്പിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ. അങ്ങനെ ഞാൻ ആന്തരിക സൗഖ്യധ്യാനത്തിൽ ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ വന്ന് ചേരുകയും അവിടെ വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആന്തരിക സൗഖ്യത്തോട് വലിയ താല്പര്യം തോന്നിയില്ല. കാരണം എനിക്ക് ആന്തരിക മുറിവൊന്നും ഇല്ലതാനും. ഇത്രയും നാൾ ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നതും അല്ലേ. അതുകൊണ്ട് ഞാൻ മരിയൻ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പോയി. പക്ഷേ കൺവെൻഷൻ തുടങ്ങുന്ന 10 മണിക്കാണ്. അതിനു മുമ്പുള്ള സമയത്ത് ഈ ആന്തരിക സൗഖ്യധ്യാനം നടക്കുന്ന ഹോളിൽ കൺവെൻഷന് വന്ന് നേരത്തെ അവിടെ വന്ന് താമസിച്ച് പങ്കെടുക്കുന്നവർ പങ്കെടുക്കണം, വന്നിരിക്കണം നിർബന്ധമാണ്. അതുകൊണ്ട് ഞാനും ആന്തരിക സൗഖ്യധ്യാനത്തിൻ്റെ ഹോളിലിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവാം, പുറത്തേക്ക് ഇറങ്ങിപ്പോവാം. അങ്ങനെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോൾ പോകാൻ വേണ്ടി ഞാൻ വേഗം എഴുന്നേറ്റു. കാരണം എനിക്കിത് ബോറടിക്കുകയാണ് ആന്തരിക സൗഖ്യധ്യാനം. അതുകൊണ്ട് വേഗം എൻ്റെ ബൈബിളുമായി പോകാൻ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, അവിടെ ഇരിക്കുക. ഇപ്പം എനിക്ക് തോന്നിയതാണെന്ന് കരുതി ഞാനത് വകവെക്കാതെ ഒന്നുകൂടി എഴുന്നേക്കാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ തോളിൽ മൃദുവായി തൊട്ടുകൊണ്ട് എന്നോട് പറയുന്ന, തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ സ്വരം ഞാൻ വീണ്ടും കേട്ടു, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് എന്നെ താത്തിയിരുത്തുകയാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാതിലടയ്ക്കുമല്ലോ, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയല്ലോ, അവിടെ വലിയ അത്ഭുതമൊക്കെ സംഭവിക്കും, അത് കാണണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് വീണ്ടും ഞാൻ എഴുന്നേറ്റപ്പോൾ ബലമായി എന്നെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിന്നോടല്ലേ പറഞ്ഞു അവിടെ ഇരിക്കാൻ. ഇത്തവണ ഞാൻ അവിടെ ഇരുന്ന് പോയി. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. ശരീരം മുഴുവനും തളർന്നു പോയതുപോലെ അവിടെ ഇരുന്നു. എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും ഒന്ന് വിളിക്കാനോ എൻ്റെ ഈ അവസ്ഥയൊന്ന് പറയാനോ ഒന്നും എനിക്ക് പറ്റുമായിരുന്നില്ല. ആളുകളെല്ലാം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും ഇറങ്ങിപ്പോയി. ആ കൺവെൻഷന് വന്നവരെല്ലാവരും ഇറങ്ങിപ്പോയി. വാതിലും അടച്ച് അടുത്തയാളുടെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. എനിക്ക് സാധാരണ രീതിയിൽ തന്നെ വന്നു. പിന്നെ 12:30 വാതിൽ തുറക്കുകയില്ല. അതിനിടയ്ക്ക് എഴുന്നേറ്റ് പോകാനും പറ്റിയില്ല. എനിക്ക് കയറ്റി പോകാനിട്ട് പറ്റുന്നുമില്ല. അങ്ങനെ വിഷമിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ കൂടി കുറേ അക്ഷരങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. 1/7/1969. ഞാനിതെന്തായിരിക്കുന്നു, വെള്ളി അക്ഷരങ്ങൾ തിളങ്ങി എൻ്റെ മുമ്പിൽ കൂടെ മാഞ്ഞു പോവുകയാണ്, മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ കണ്ണടച്ചു. അപ്പോൾ ഞാൻ വേഗം എൻ്റെ കാതിൽ ഇത് സ്വരം കേൾക്കാൻ തുടങ്ങി. ഇത് തന്നെ പറയുന്നത് കേൾക്കുക, 1/7/1969. കുറച്ച് പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇതിങ്ങനെ കാണാനും പറ്റും. അപ്പോൾ ഇതെന്തായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാനിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഇത് നീ ജനിച്ച ദിവസമാണ്. നീ ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെയുള്ള പാപങ്ങൾ എഴുതി കുമ്പസാരിക്കണം. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച അന്ന് മുതലുള്ള പാപങ്ങൾ എഴുതി കുമ്പസാരിക്കണം. ഇത് ഈശോ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങനെ കുമ്പസാരിക്കുന്നത്? ഞാൻ മാമോദിസം മുങ്ങിയപ്പോൾ ഈശോ എൻ്റെ പാപങ്ങളെല്ലാം മറന്നതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അപ്പം അമ്മ പറഞ്ഞു, ഈശോ എല്ലാം മറന്നതാണ്, പക്ഷേ നീ ഒന്നും മറന്നിട്ടില്ല. നിനക്ക് ആന്തരിക സൗഖ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അമ്മയുടെ ഉദരത്തിൽ മുതലുള്ള പാപങ്ങൾ എഴുതി കുമ്പസാരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? 1 വയസ്സും 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? അപ്പം അത് വെറുതെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് അമ്മ തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, മോളെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു വ്യക്തി പാപം ചെയ്യാൻ തുടങ്ങുന്നതാണ്. സങ്കീർത്തനൻ ഇത് അറിഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്, ഉത്ഭവം മുതലേ ഞാൻ പാപിയാണ്. ഇതറിഞ്ഞ് അദ്ദേഹം തൻ്റെ ആ നിമിഷം തൊട്ടുള്ള പാപങ്ങൾ ഏറ്റുപറഞ്ഞാണ് ദൈവത്തോട് വിലപിക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറയുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ദൈവത്തോട് പറഞ്ഞു നിർത്തി എന്താ കുഴപ്പം? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം. അപ്പം പറഞ്ഞു, തീർച്ചയായിട്ടും നീ ഇങ്ങനെ ചെയ്യണം, ഇത് ഈശോയുടെ ആഗ്രഹമാണ്. എന്നിട്ട് ഞാനവിടെ മടിച്ചു നിന്നപ്പോൾ ഈശോ എൻ്റെ മുമ്പിലേക്ക് വന്നു. പരിശുദ്ധ അമ്മ ഓടി ചെന്ന് ഈശോയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ഈശോയെ ആരാധിച്ചു. എന്നിട്ട് പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ മോളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അമ്മ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ അവിടെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഈശോ എൻ്റെ നേരെ തിരിഞ്ഞു എന്നോട് ചോദിച്ചു, കുമ്പസാരത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? അപ്പം ഞാൻ പറഞ്ഞു, ഈ 1 വർഷമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന കുമ്പസാരത്തിൻ്റെ ക്ലാസ് മുഴുവൻ ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തു.
അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ വരാറുണ്ടല്ലോ, ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ വരുന്നതാണ്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഓരോ തവണയും നിന്റെ പാപങ്ങളൊക്കെ കേട്ടിട്ട് നിന്റെ പാപത്തിന് ലൈസൻസ് തരാനാണോ ഞാൻ ഈ കുമ്പസാരക്കൂട്ടി വന്നിരിക്കുന്നത്? അതിനല്ല ഞാൻ കുമ്പസാരക്കൂട്ടി വന്നിരിക്കുന്നത്. കണ്ണുനീരോടും അനുതാപത്തോടും കൂടി, ഹൃദയം നുറുങ്ങിയ വേദനയോടുകൂടി, നിന്റെ ദൈവത്തിനെതിരെ നീ തെറ്റ് ചെയ്തു എന്നുള്ള ബോധ്യത്തോടു കൂടി നിന്റെ പാപങ്ങൾ ഓരോന്നും നീ ഏറ്റുപറഞ്ഞതിന് ശേഷം നീ പറയണം, ഈശോയെ, ഇതെല്ലാം എൻ്റെ അറിവോടും എൻ്റെ സമ്മതത്തോടും എൻ്റെ ഇഷ്ടത്തോടും നടന്ന കാര്യങ്ങളാണ്. എനിക്ക് തെറ്റിപ്പോയി. ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യാൻ, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ നീ പറയുമ്പോൾ നിന്നോട് ക്ഷമിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുമ്പസാരക്കൂട്ടി വന്നിരിക്കുന്നത്. ഇങ്ങനെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നീ എന്തെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും പാപം ചെയ്യലെന്നൊരു വാക്ക് നീ പറയുന്നതെങ്കിലും കേൾക്കാൻ നീ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നും വന്ന് കുറേ പാപം പറയും, എന്നിട്ട് ഇറങ്ങിപ്പോകും, പിറ്റേ ദിവസം വേറെ വന്ന് കുറേ പറയും. എന്നാൽ മനുഷ്യനോട് പോലും പറയുന്നത് കേൾക്കാമല്ലോ, ഇനി അങ്ങനെ ചെയ്യുകയല്ലോ കേട്ടോ, ഇനി അങ്ങനെ പറയുകയല്ലോ കേട്ടോ എന്ന്. നീ അങ്ങനെ ചെയ്താലും വീണ്ടും ഒരു പ്രാവശ്യം നീ അങ്ങനെ പറയുന്നത് കേൾക്കാനെങ്കിലും നീ എന്നെ ഒന്ന് അനുവദിക്കുക. പാപം ചെയ്യലും നീ പറയുന്നത് കേൾക്കാനെങ്കിലും അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ ഇങ്ങനെ കുമ്പസാരിക്കണം. ഇങ്ങനെ കുമ്പസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എങ്കിൽ അമ്മ ഒരിക്കും സഹായിക്കും, നീ കുമ്പസാരിക്കുക. ഇത് എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ഈശോ പോയി. അപ്പം അമ്മ വീണ്ടും വന്നു. അമ്മ പറഞ്ഞു, ഈശോയ്ക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ കുമ്പസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ പാപങ്ങളെല്ലാം എനിക്കറിയത്തില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ചിട്ടുള്ള പാപങ്ങളൊക്കെ എന്താണെന്നറിയില്ലല്ലോ അമ്മ, എനിക്ക് അതെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകും. ഞാനല്ല പാപം പറഞ്ഞു തരുന്നത്, പരിശുദ്ധാത്മാവാണ്. കുമ്പസാരിക്കാൻ പോകുമ്പോൾ നീ ഓർക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ കുമ്പസാരക്കൂടിൻ്റെ അടുത്തേക്ക് പോലും പോകരുത് എന്നുള്ള കാര്യമാണ്. കാരണം പാവബോധം ഉണ്ടാവില്ല. വെറുതെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ചിട്ടെങ്കിൽ പോലും അത്രേ ഉള്ളൂ, പാവബോധം ഉണ്ടായില്ല. അതുകൊണ്ട് ആദ്യം 1/2 മണിക്കൂറെങ്കിലും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ കുമ്പസാരക്കൂടിനടുത്ത് ചെന്നേക്കരുത്. അച്ഛൻ കുമ്പസാരക്കൂടിൽ ഇരിക്കുന്ന കാണുന്നതുകൊണ്ട് ഓടിച്ചെന്ന് അതിനകത്ത് കയറണ്ട. നീ ഒരുങ്ങിയിട്ട് വന്ന് കുമ്പസാരിച്ചാൽ മതി. അത് ആദ്യം ഓർക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ടി. ഈ ഒരു തവണ ഈശോ എന്നെ അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നിന്റെ പാപങ്ങൾ ചോദിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ അത് നിനക്ക് പറഞ്ഞു തരും. അപ്പോഴും നീ ഓർത്തുകൊള്ളണം, ഞാനല്ല പാപം പറഞ്ഞു തരുന്നത്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു, കടലാസും പേന എടുത്തു. എൻ്റെ കയ്യിൽ കുറേ കടലാസുകളുണ്ടായിരുന്നു. അതെന്തിനു മേടിച്ചുകൊണ്ട് പോയതാണെന്ന് എനിക്ക് അന്ന് വരെ മനസ്സിലായില്ല. വെറുതെ ഒരു കെട്ട് പേപ്പർ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. ഒരു ബുക്ക് പോലെ ഈ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിലൊരു പേപ്പർ എടുത്ത്, എനിക്ക് വലിയ പാപമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ 5-6 ചെറിയ പാപമുള്ളെന്ന് ഓർത്തുകൊണ്ടാണ് കുമ്പസാരത്തിൻ്റെ പാപം എഴുതാൻ ഇരുന്നതെങ്കിലും ആദ്യത്തെ പേപ്പർ എടുത്തിട്ട് അമ്മ പറഞ്ഞു, അത് നടുവേ മടക്കുക. ഒരു ഡബിൾ ഷീറ്റ് പേപ്പറാണ്, അത് നടുവേ മടക്കി. എന്നിട്ട് അമ്മ പറഞ്ഞു, ഏറ്റവും മുകളിൽ ഇതാ കുറച്ച് സ്ഥലം ഇട്ടിട്ട് അവിടെ എഴുതുക, നീ ജനിച്ച ദിവസം ജൂലൈ 1-ാം തീയതിയാണ് നീ ജനിച്ചത്, അത് എഴുതുക. ഇപ്പം ഞാൻ പറഞ്ഞു, ജൂലൈ 1-നല്ല ഞാൻ ജനിച്ചത്, നവംബർ 29-ാം തീയതിയാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ കിടക്കുന്നത്, പക്ഷെ നീ ജനിച്ചത് ജൂലൈ 1-ാം തീയതി, അതുകൊണ്ട് അത് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എഴുതി വെച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, അതിന് മുമ്പ് കുറച്ച് സ്ഥലം ഇടാൻ പറഞ്ഞിട്ടില്ലേ, അവിടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലമാണ് എഴുതാൻ പോകുന്നത്. ഇതാ, ഒരു ശിശു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ എന്തെല്ലാം ചിന്തകൾ ഉണ്ടാകുന്നുണ്ടോ അത് മുഴുവൻ ആ കുഞ്ഞിന് കിട്ടും. അമ്മയ്ക്കൊരാളോട് വെറുപ്പ് തോന്നിയാൽ കുഞ്ഞിൻ്റെ ഉള്ളിൽ വെറുപ്പ് കിട്ടും. വെറുപ്പ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുക. സ്നേഹമില്ലാതെ വന്നാൽ പിന്നെ അവിടെ ഇല്ലാത്ത പാപം ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ നീ തിരിച്ചറിവായതിനു ശേഷമൊന്നുമല്ല പാപം ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിപ്പോഴേ തുടങ്ങിയതാണ്. ഉത്ഭവം മുതലേ പാവിയാണെന്ന് തിരുവചനം നിന്നെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ശരിയാണ്. അപ്പം അതുകൊണ്ട് എഴുതുക, ഇതാദ്യം എഴുതുക. എന്നിട്ട് അന്ന് അമ്മയുടെ മനസ്സിലുണ്ടായ വേദനകൾ, അതുവഴി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പാപങ്ങൾ ഓരോന്നും എഴുതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജീവനായി ജനിച്ച സമയം നിന്റെ പിതാവ് ഏത് മനോഭാവത്തിലാണോ ജീവിച്ചിരുന്നത്, ഏതവസ്ഥയായിരുന്നു നിന്റെ പിതാവിനുണ്ടായിരുന്നത്, അവൻ്റെ ആ അവസ്ഥ 4 തലമുറകൾ വരെ നിന്നെ ബാധിക്കും. അതുകൊണ്ട് അപ്പനും അമ്മയും
വിശുദ്ധരാണെങ്കിലാണ് ആ വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ജനിക്കുകയുള്ളൂ. അതിന് അമ്മയിൽ നിന്ന് മാത്രമാണ് വിചാരിക്കേണ്ട. ഉത്ഭവം മുതലേ പാവി എന്ന് പറയുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും പക്കൽ നിന്നാണ് നീ ജീവൻ സ്വീകരിക്കുന്നത്, ദൈവത്താൽ. ആ നിമിഷം മുതൽ പാവിയാണ് നീ. അപ്പം അതുകൊണ്ട് എഴുതിക്കോ, ആ നിമിഷം തൊട്ടിട്ട് എഴുതിക്കോളാം പറഞ്ഞ് എഴുതിച്ചോ. എന്നിട്ട് പറഞ്ഞ് ഇനി ജനിച്ച ദിവസം, അത് കഴിഞ്ഞ് 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സെന്ന് പറഞ്ഞ് എഴുതിക്കുക. ജീവിതത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയ സമയങ്ങൾ, ഒത്തിരി കരഞ്ഞ സമയങ്ങൾ, ആദ്യമായിട്ട് കള്ളം പറഞ്ഞ സമയങ്ങൾ, ഇതെല്ലാം ഓരോന്ന് പറഞ്ഞെഴുതിപ്പിക്കുക. വൈകുന്നേരം ആയപ്പോഴേക്കും 16 ഷീറ്റ് നിറഞ്ഞു. 9 വയസ്സ് വരെ 9 ഷീറ്റ് നിറഞ്ഞു. 16 വയസ്സ് വരെയുള്ള പാപങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് മുഴുവൻ ഏത് അച്ഛനാ കേൾക്കുക? അപ്പം അമ്മ പറഞ്ഞു, ഇന്ന് ബലി അർപ്പിക്കാൻ 3 വൈദികർ വരും. അതിൽ വലതുവശത്ത് 1ാമത് നിൽക്കുന്ന വൈദികൻ നിന്നെ കുമ്പസാരിപ്പിക്കും. ഞാനാണ് അവനെ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തതെന്നുള്ളതിന് ഒരടയാളം നൽകാം. നിന്റെ പാപങ്ങളെല്ലാം നീ പറഞ്ഞു കഴിയുമ്പോൾ, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിനക്ക് മുമ്പ് വൈദികൻ കരയുന്നത് നീ കാണും. അതായിരിക്കും ഞാൻ നിന്നെ ഇങ്ങനെ കുമ്പസാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തുന്നു, ആ വൈദികനെ തിരഞ്ഞെടുത്തുന്നുള്ളതിന് അടയാളമായിരിക്കും ഇത്. അപ്പോൾ പിന്നെ എഴുതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുമ്പസാരം കഴിയുന്നത് വരെ ഇനി ഭക്ഷണം കഴിക്കുകയല്ല. എന്ന് കുമ്പസാരിക്കുന്നു അന്ന് വരെ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഉപവസിച്ചിരിക്കുകയാണ്. ശരീരം മുഴുവൻ ഭാരം വന്ന് നിറയാൻ തുടങ്ങി. പാപം മുഴുവൻ ഭാരമായി വന്ന് നിറയാൻ തുടങ്ങി. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോലും എനിക്ക് പറ്റുമായിരുന്നില്ല. അത്രമാത്രം ശരീരത്തിന് ഭാരമാണ്. ഞാൻ എന്നെ വലിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വെള്ളം മാത്രം കുടിച്ചിരുന്ന് ബാക്കി സമയം മുഴുവൻ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. എഴുന്നേറ്റ് അലക്കാനും കുളിക്കാനും പോലും പോയില്ലേ. കുമ്പസാരം കഴിയുന്നവരെ ഒന്നും ചെയ്യലെന്ന് തീരുമാനിച്ചു. വെള്ളം കുടിക്കും ഇടയ്ക്ക്, അത്യാവശ്യം തോന്നിയാൽ മാത്രം. ബാക്കി സമയം മുഴുവൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കാം. അമ്മ പറഞ്ഞു, ഇതാ നീ ചില കാര്യങ്ങളൊക്കെ പുണ്യമായി കരുതിയിട്ടുണ്ട്, അതൊക്കെ പാപത്തിനകത്ത് വരാനുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് 10-16 വയസ്സ് വരെ തിരിച്ചറിവില്ല, അപ്പം അറിയാതെ കുറച്ച് പാപമൊക്കെ ചെയ്തു പോകും. ഇനി അതിനുശേഷം ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ 10-33 വയസ്സ് പ്രായമായി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പുണ്യങ്ങൾ പാപം എങ്ങനെ കണ്ടുപിടിക്കും? കൂടുതൽ പുണ്യമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആകാശപ്പറവകളുടെ ശുശ്രൂഷയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മുഴുവൻ പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അന്ന് തൊട്ട് അനാഥരും മാനസികരോഗികളായ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ പുണ്യങ്ങളാണ് ജീവിതത്തിൽ കൂടുതലും. എൻ്റെ കയ്യിലൊരു ലിസ്റ്റുണ്ട്, ഈശോ വരുമ്പം കൊടുത്തിട്ട് കയറിപ്പോകാൻ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പാപങ്ങൾ എങ്ങനെ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കുക? ഇടയ്ക്കെന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പം അമ്മ പറഞ്ഞു, മോളെ പാപങ്ങൾ കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നന്ദിയോ സ്നേഹമോ പോലും ആഗ്രഹിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുണ്യമാണ്. ബാക്കിയൊക്കെ പാപത്തിൻ്റെ കൂടെ എഴുതിക്കൊള്ളുക. നന്ദിയും സ്നേഹവും പോലും ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ആർക്കും. അപ്പോൾ പിന്നെ എനിക്ക് പാപം കണ്ടുപിടിക്കേണ്ടി ഒന്നും വന്നില്ല. എൻ്റെ ജീവിതം അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു, ജീവിതം മുഴുവൻ. കാരണം ഈ അനാഥരായ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ, തെരുവിലെ മക്കളെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ അവരുടെ സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൈസ കൊടുത്താലും ശരി, അല്ലാതെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്ത് കൊടുത്താലും ശരി, അവരെ എങ്ങനെ സ്നേഹിച്ചാലും ശരി, അവരെ തിരിച്ച് സ്നേഹിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. തിരിച്ച് ഞാൻ ആഗ്രഹിച്ചു നന്ദി കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഇനി അവരങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഞാനത് പറയും, നന്ദി കേട്ടവാക, എന്തിനാ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ പറഞ്ഞിരിക്കും. ഇനി അങ്ങനെ അവരോട് പറയാൻ പറ്റില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പറയും, അവർക്ക് വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നന്ദിയില്ലാത്ത വകയാ, സ്നേഹമില്ല, എന്തോരം ചെയ്ത് കൊടുത്താലും സ്നേഹമില്ലാത്ത കൂട്ടരാ, ഇത് പറയും. ഇനി ആരോടും പറയാൻ പറ്റില്ല, ഞാൻ എന്നോട് തന്നെ പറയും, വെറുതെ എന്തിനു ചെയ്തു കൊടുക്കണം ഇത് നിങ്ങൾക്കൊക്കെ, എൻ്റെ ജീവിതം വെറുതെ കളയാന്നേ ഉള്ളൂ എന്ന് എന്നോട് തന്നെയെങ്കിലും പറയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും ഞാൻ ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ ജീവിതം മുഴുവൻ എഴുതി വെച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം പുണ്യമായിട്ട് ഞാൻ കരുതി. എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ കുറേ പുണ്യം ചെയ്തതായിട്ട് കരുതിയിരുന്നു. അത് മുഴുവൻ പാപത്തിൻ്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി കൈക്കൂലി വാങ്ങിച്ചതും കൂടെ എഴുതി തരാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്തിട്ടേ ഇല്ല, എനിക്ക് ഒരു സ്ഥലത്തുനിന്നും കൈക്കൂലിയും കിട്ടിയിട്ടില്ല, ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പം അമ്മ പറഞ്ഞു, സ്വർഗത്തിൽ ദൈവം പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനമില്ലേ? ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം നൽകുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ നീ ഭൂമിയിൽ മനുഷ്യരെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചതും ആഗ്രഹിച്ചതും? ഒരു കാര്യത്തിന് 2 സ്ഥലത്തുനിന്ന് പ്രതിഫലം വാങ്ങിക്കുന്നതാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. അപ്പൊ നീ എന്താ ചെയ്തത്? മറ്റുള്ളവരോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ചെയ്തു. ഭൗതികമായ കാര്യങ്ങൾ പോലും ഇതിന് ഇത്രമാത്രം വിലയുണ്ടെങ്കിൽ ആത്മീയ കാര്യത്തിൽ അതിന് എത്രമാത്രം വിലയുണ്ടായിരിക്കും? അതുകൊണ്ട് മോളെ,
പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തു അതൊക്കെ ഒന്നുകൂടി എടുത്തെഴുതുക. അത് കൂടുതൽ പാപമാണ്. ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ച്, ഇത് അങ്ങോട്ട് കൊടുത്താൽ അവരിൽ നിന്ന് എനിക്കത് കിട്ടും എന്ന് ആഗ്രഹിച്ച് ചെയ്ത കാര്യങ്ങൾ പ്രത്യേകം എടുത്തെഴുതുക. അറിയാതെ ഓർത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് മാത്രമല്ല, നന്ദി സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിച്ചത് മാത്രമല്ല, ഞാനിത് അവർക്ക് ചെയ്തു കൊടുത്താൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടും, മുതലും പലിശയും കൂടി എനിക്ക് പിന്നെ സ്വന്തമാക്കാം എന്നുള്ള കണക്ക് കൂട്ടലോടെ നീ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രതിഫലം ആഗ്രഹിച്ച് കൈക്കൂലി വാങ്ങിച്ചു, മനുഷ്യരിൽ നിന്ന് മേടിച്ചു. അപ്പം അതോടെ എഴുതിക്കോളും. അത് എഴുതി ഇനി കുമ്പസാരിക്കാൻ പോകണം പറഞ്ഞു. അപ്പോൾ പേപ്പറുകളെല്ലാം കൂടെ 10-70 ഷീറ്റുണ്ട്. ഇത് മുഴുവനും ഞാൻ ഓരോന്നിനും നമ്പർ ഇട്ട് 1, 2 എന്നിട്ട് എല്ലാം കൂടെ കുത്തി കെട്ടിയെടുത്ത് കുമ്പസാരിക്കാൻ പോവുക. അപ്പോഴും ഞാൻ വലിഞ്ഞു നടക്കുന്നത് അത്രമാത്രം വലിയ ഭാരമാണ് ശരീരത്തിൽ. നടന്ന് ചെന്ന് കുമ്പസാരിക്കാൻ പോകാനായിട്ട് ഒരുങ്ങി വന്നപ്പം അച്ഛൻ ഞങ്ങളെ അയക്കുന്നതിന് മുമ്പ് ഉപ്പാണിച്ചൻ പറഞ്ഞു, കുമ്പസാരക്കൂടില്ലാത്ത സ്ഥലത്ത് സ്ത്രീകളൊന്നും കുമ്പസാരിക്കണ്ട, അവിടെ പുരുഷന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടിട്ട് ഞാൻ ചെന്നപ്പോൾ കുമ്പസാരിക്കുന്ന ഹോളിൽ നോക്കിയപ്പം തലേദിവസം അമ്മ പറഞ്ഞ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ഞാൻ കണ്ടു വെച്ചിരുന്നു. തലേദിവസം കുർബാനയ്ക്ക് വന്നപ്പോൾ ആ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. സന്തോഷമായി. വേഗം തന്നെ ഞാൻ ആ കെട്ടിടത്തിനകത്തേക്ക് കയറി. അപ്പോഴാണ് കണ്ടത് അച്ഛൻ കുമ്പസാരക്കൂടില്ലാത്ത സ്ഥലത്തായിരിക്കുന്നത്. എനിക്ക് സമാധാനമായി. എൻ്റെ ദൈവമേ, വെറുതെ 2 ദിവസം പട്ടിണി കിടന്ന് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എഴുതി വെച്ചല്ലോ, ഇത് കുമ്പസാരക്കൂടില്ലാത്ത സ്ഥലത്താണ് അച്ഛൻ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി കുമ്പസാരിക്കേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും അത് ഇന്ന് കുമ്പസാരം തീരുകയില്ല, കാരണം അത്രമാത്രം നീളത്തിൽ ആൾക്കാർ നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഏതെങ്കിലും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അത്യാവശ്യം പാവങ്ങളും പറഞ്ഞു പോയാൽ മതി എന്ന് കരുതി ഈ കള്ളാസം മടക്കി തിരിച്ച് വേറെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നോട് ചോദിച്ചു, കുമ്പസാരിക്കാതെ പോവുകയാണോ? ഞാൻ പറഞ്ഞല്ല, കുമ്പസാരിക്കണം, നല്ല കുമ്പസാരം നടത്തണമെന്ന് ആഗ്രഹം. ഉടനെ അദ്ദേഹം ഒരച്ഛൻ്റെ നേരെ കൈ ചൂണ്ടി എന്നോട് പറഞ്ഞു, ആ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാൽ മതി. അപ്പം ഞാൻ നോക്കിയപ്പോൾ തലേദിവസം അമ്മ പറഞ്ഞ് അതേ വൈദികൻ്റെ നേരെയാണ് ഈ ബ്രദർ കൈ ചൂണ്ടിയത്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പറ്റിയല്ല, കുമ്പസാരക്കൂടില്ല അവിടെ. മാത്രമല്ല ഇന്നൊന്നും തീരുകയല്ല, അത് നോക്കിയേ പുറത്ത് വരെ ആളുകൾ ക്യൂ നിൽക്കുക. അപ്പോൾ ബ്രദർ ഒരു പായ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് നടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. ഏറ്റവും പുറകെ കൊണ്ട് ആ പായ ഭിത്തിയോട് ചേർത്ത് വിരിച്ചിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പാവങ്ങളെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് കരയുക. അച്ഛന് സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് വിളിക്കും, അന്നേരം കുമ്പസാരിച്ചാൽ മതി. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് ആഗ്രഹിക്കുന്നത് തന്നെയാണെന്ന്. ഇത് പരിശുദ്ധ അമ്മ ഒരിക്കൽ തന്നെ മനസ്സിലായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പാവങ്ങളൊക്കെ ഓർത്തിരുന്ന് കരയാൻ തുടങ്ങി. ഇതൊക്കെ എഴുതി വെച്ച സമയത്ത് കരയാൻ സമയം കിട്ടിയല്ലോ, പെട്ടെന്ന് എഴുതി പോയത്. അതുകൊണ്ട് ഓരോന്നും തൊട്ട് ആദ്യം തൊട്ട് വായിച്ചിരുന്ന് കരയാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത് മുഴുവൻ വേണ്ട വിധത്തിൽ ഒന്ന് ഓർത്തിരുന്ന് കരഞ്ഞ് അനുദപിക്കാൻ 1-2 ദിവസം വേണം. എന്നാൽ പിന്നെ പോകാം, പോയിട്ട് വന്ന് കുമ്പസാരിക്കാം. 2 ദിവസം കരഞ്ഞൊക്കെ ഇരുന്നിട്ട് വന്ന് കുമ്പസാരിക്കാം എന്ന് കരുതി പോകാനായിട്ട് ഞാൻ എഴുന്നേറ്റ സമയത്ത് വേറെ ഒരു ബ്രദർ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, കുമ്പസാരിക്കാതെ പോവുകയാണോ? ഞാൻ പറഞ്ഞു ഇല്ല, അവിടെ തന്നെ ഇരുന്നു. പിന്നെയും ഞാൻ എഴുന്നേറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ബ്രദർ വീണ്ടും വന്ന് പറഞ്ഞു, സഹോദരി കുമ്പസാരിക്കാതെ പോകരുത് കേട്ടോ. 3 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ ബ്രദർ വന്നിട്ട് പറഞ്ഞു, കുമ്പസാരിക്കാതെ പോകരുത് കേട്ടോ. അപ്പം ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്തായാലും കുമ്പസാരിച്ചിട്ട് പോകുന്നുള്ളൂ എന്ന് കരുതി അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ എന്നോട് വന്ന് സംസാരിച്ച ബ്രദറിനെ കണ്ടിട്ട് ഒരച്ഛൻ കുഞ്ഞാന്ന് തോന്നുന്നുണ്ടല്ലോ. അച്ഛനാകാൻ പഠിക്കുന്ന ഒരു ബ്രദർ എന്ന അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ രീതിയും ഒക്കെ കണ്ടിട്ട് ഒരച്ഛൻ കുഞ്ഞാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിലേക്ക് വീണ്ടും വന്നു. എന്നോട് ചോദിച്ചു, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു? നിന്റെ ഹൃദയത്തിൽ നീ എന്താ ഇപ്പൊ പറഞ്ഞത്? സ്വരം ഉയർത്തി ചോദിച്ചത്. ഇപ്പം എനിക്ക് മനസ്സിലായി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. ഞാൻ പറഞ്ഞു, അത് അച്ഛൻ കുഞ്ഞാൻ തോന്നുന്നു എന്നാ പറഞ്ഞത്. അമ്മയ്ക്ക് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിവുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിന്റെ സമയത്ത് പരിശുദ്ധ അമ്മ ആ വെള്ളത്തെ വീഞ്ഞാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് സ്നേഹിക്കുന്നതിന്റെ പകുതി പോലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. കാരണം ഒരു പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക എന്നുള്ളത് അമ്മയ്ക്ക് നിസ്സാര കാര്യമാണ്. അമ്മ ആഗ്രഹിച്ച എന്ത് കാര്യം അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്നിട്ട് അമ്മ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഈശോയോട് എന്ന് പറഞ്ഞു. ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല, അത് ചെയ്യുകയില്ല എന്ന അർത്ഥത്തിലാണ് ഈശോ സംസാരിച്ചത്. പക്ഷേ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുവൻ. അവൻ എന്തെങ്കിലും പറയുമെന്ന് അമ്മ എങ്ങനെയാ അറിഞ്ഞത്? അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലിരിക്കുന്ന രഹസ്യം പോലും പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകും എങ്കിൽ എന്റെ ഹൃദയ രഹസ്യം മനസ്സിലാക്കാൻ അമ്മയ്ക്ക് വല്ല വിഷമമുണ്ടോ? അപ്പൊ അമ്മ ഞാൻ പറഞ്ഞു, അച്ഛൻ കുഞ്ഞാൻ തോന്നുന്നു എന്നാ പറഞ്ഞത്.
അമ്മ പറഞ്ഞു, ആര് പറഞ്ഞു അങ്ങനെ പറയാൻ? ആര് പറഞ്ഞു അങ്ങനെ പറയാൻ? അച്ഛനെ കുഞ്ഞാക്കാനാണ് നീ ഇങ്ങോട്ട് വന്നത്? എഴുതു നിന്റെ പാപത്തിന്റെ കൂടെ ഇതും. കാരണം ഒരു വൈദികന്റെ അമ്മ ഞാനാണ്, എന്നിട്ട് ഞാൻ പോലും അവനെ അങ്ങനെ വിളിക്കുകയില്ല. സെമിനാരിയുടെ പടിയിൽ ആദ്യത്തെ കാൽ അവൻ എടുത്തു വെച്ച നിമിഷം മുതൽ ഒരു വൈദികൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. നീ അവനെ അങ്ങനെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്, ഇങ്ങനെയല്ല. അതുകൊണ്ട് എഴുത് നിന്റെ പാപത്തിന്റെ കൂടെ ഇതും. ഇപ്പം ഞാൻ ചോദിച്ചു, ഇതെന്ത് പാവമാണെന്ന് ഞാൻ എഴുതേണ്ടത്? കർത്താവിൻ്റെ അഭിഷിക്തനാകാനുള്ളവനെ ലോകപ്രകാരം അപമാനിച്ച് സംസാരിച്ചു എന്ന് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി. എന്നിട്ട് പറഞ്ഞു, ബ്രദേഴ്സിനെ കുറിച്ച് എന്തെല്ലാം നീ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ എഴുതുക. അപ്പോൾ അത് മുഴുവൻ എഴുതി. എന്നിട്ട് പറഞ്ഞു, വൈദികരെ കുറിച്ച് പറഞ്ഞു എഴുതി. ഇനി അടുത്തത് വേറൊരു പേപ്പർ എടുത്ത് വൈദികരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. മനസ്സിൽ ചിന്തിച്ചത് വരെ എഴുതിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എഴുതുക. അപ്പോൾ സിസ്റ്റേഴ്സിനെ കുറിച്ച് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മുഴുവൻ എഴുതിപ്പിച്ചു. അപ്പോൾ ഈശോ തന്നെ എന്നോട് അതേക്കുറിച്ച് പറഞ്ഞു, നീ ബാഹ്യമായ സൗന്ദര്യം നോക്കി മനുഷ്യരെ വിധിക്കുന്നു. ഞാനത് കാണുന്ന പോലുമില്ല. മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യം ഞാൻ കാണുന്ന പോലുമില്ല. ഞാൻ ഹൃദയങ്ങൾ പരിശോധിക്കും. ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ ഒരു മനുഷ്യൻ സൗന്ദര്യമുള്ള ആളാണോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. പക്ഷെ നീ പുറം നോക്കിയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കുഞ്ഞെ, അത് ചീഞ്ഞു പോകുന്നതാണ്. അതിനെ സൗന്ദര്യമുള്ളതാണ്, സുന്ദരമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് നീ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചു. ആളെ കാണാൻ കൊള്ളിയല്ല, ആളെ കാണാൻ കൊള്ളാം, ഇത് പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. അപ്പം അത് പ്രത്യേകം നീ ഓർത്ത് എഴുതുക. ഇനി നീ പറഞ്ഞില്ലേ കാണാൻ കൊള്ളിയല്ലാത്ത ഇവരെ എങ്ങനെയാ ഞാൻ മടത്തി സ്വീകരിച്ചതെന്ന് നീ പറഞ്ഞത് പ്രത്യേകം എഴുതി കുമ്പസാരിക്കണം. അതോർക്ക്. നിനക്കറിയാവോ, വനത്തിനുള്ളിൽ ഒരിക്കലും ആരും കാണാതെ വിരിയുന്ന കാട്ടുപൂക്കളുണ്ട്. അതിന് വലിപ്പവും കുറവാണ്, ചെറിയ കാട്ടുപൂക്കൾ. ഒരിക്കലും അതിന് സൂര്യൻ പോലും ശരിക്കും കണ്ടിട്ടില്ല. അതുപോലെ ഘോര വനങ്ങൾക്കുള്ളിലാണ് അത് വിരിയുന്നത്. എന്നാൽ ആ കാട്ടുപൂക്കൾ കൊണ്ട് പോലും എൻ്റെ ആൾക്കാരെ അലങ്കരിക്കാൻ എനിക്കറിയാം. അത് നീ അറിഞ്ഞാൽ മതി. അതിവിശുദ്ധ സ്ഥലത്തെടുത്ത് വെക്കാൻ പോലും, ആ പൂക്കളെ എടുത്ത് വെക്കാൻ പോലും എനിക്ക് പറ്റുമെന്ന് നീ അറിയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ആരും വിധിക്കണ്ട. ദൈവ വിളികൾ നീ കാരണം നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും എഴുതുക. എനിക്ക് സെമിനാരിൽ ചേരണം എന്ന് ഒരാഗ്രഹം ഒരു കുഞ്ഞു വന്ന് ആ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ പ്രിയപ്പെട്ടവരോടോ പറയുകയാണെങ്കിൽ ആ നിമിഷം മുതൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവമേ, ഇത് നഷ്ടപ്പെടാതെ നിന്റെ സന്നിധിയിൽ വിശിഷ്ടമായ ഒരു ജീവിതമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഉടനെ തന്നെ അവിടെ പോയ കഷ്ടപ്പാട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതി കുമ്പസാരിക്കുക. ദൈവത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ സമ്മതിച്ചില്ല. അപ്പോൾ അത് എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഇനി കുമ്പസാരിക്കാൻ ഒരുങ്ങിപ്പോയിക്കൊള്ളുക. ഇപ്പം നോക്കിയപ്പോഴത്തേന് എല്ലാവരും അവിടുത്തെ കഴിഞ്ഞു. അച്ഛൻ മാത്രമായി. ആ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നു. വേറെ 2 ശുശ്രൂഷകരും ഉണ്ട്. ഈ അച്ഛൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ടാണ് കുമ്പസാരിക്കാൻ വന്നത്, ജീവിതം മുഴുവൻ കുമ്പസാരിക്കാൻ വന്നതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, എന്നാൽ ശരി കുമ്പസാരിച്ചോളാൻ പറഞ്ഞ് കുമ്പസാരിപ്പിച്ചു. 3.5 മണിക്കൂർ സമയം കുമ്പസാരിക്കുകയായിരുന്നു. ഈ കള്ളാസിൽ എഴുതിയത് മുഴുവൻ വായിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്നു എല്ലാം. അവസാനത്തെ പാവം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തലയുയർത്തി നോക്കിയപ്പോൾ വൈദികനിരുന്ന് ഏങ്ങലടിച്ച് കരയുകയാണ്. അച്ഛന് പാവമോചനം തരാൻ പറ്റുന്നില്ല. അച്ഛൻ ആ കുമ്പസാരക്കൂടിന്റെ സൈഡിലേക്ക് തല വെച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. 1/4 മണിക്കൂർ സമയം അച്ഛൻ കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. അങ്ങനെ കരച്ചിലൊന്ന് അവസാനിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, ഈശോ എല്ലാം മറന്നു കഴിഞ്ഞു, ഇനി നീ ഒന്നും ഓർക്കാൻ ശ്രമിക്കണ്ട. അത്യാവശ്യം വല്ലോളതൊക്കെ ഈശോ ഓർമ്മിപ്പിച്ചു തരും, അതിൽ കൂടുതലൊന്നും ഓർക്കണ്ട. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചിലതൊക്കെ ഓർമ്മിപ്പിക്കും, അല്ലാതെ ഒന്നും ഇനി ഓർക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞു. ഇനി സമാധാനമായി പോയിക്കോളാൻ പറഞ്ഞ് ആശീർവദിച്ചു. അച്ഛൻ ആശീർവദിക്കുന്ന സമയം വരെയും ഈ ഭാരവുമായിട്ട് ഞാൻ വലിച്ചു നടക്കുകയായിരുന്നു. ഈ നിമിഷത്തിൽ തന്നെ പെട്ടെന്ന് ഞാനൊരു സ്വരം കേട്ടു. ഞാനെല്ലാം മറന്നുപോയി. ദൂരെ നിന്ന് ആരോ എന്നോട് പറയും പോലെയാണ് ഞാൻ ആദ്യം കേട്ടത്. പിന്നെ ആ സ്വരം അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഉടനെ എന്നെ തൊട്ടടുത്ത് നിന്ന് എനിക്ക് ചുറ്റും നിന്ന് പറയുന്ന പോലെ ഞാൻ കേട്ടു. അപ്പം ഞാനും പറഞ്ഞു, ഞാനെല്ലാം മറന്നുപോയെന്ന്. അങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ തന്നെ ബോധം കെട്ട് വീണു.
എഴുന്നേറ്റപ്പോൾ അച്ഛനും ആ പ്രദേശവും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്, ശുശ്രൂഷരൊക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു, ഇനിയൊന്നും ഓർക്കാൻ ശ്രമിക്കേണ്ട, ഈശോ എല്ലാം തന്നെ മറന്നിരിക്കുന്നു. മോള് സന്തോഷമായിട്ട് കുർബാനയ്ക്ക് വേണ്ടി പോരാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും പോയി. ഇവർ പോയ ഉടനെ തന്നെ ഞാൻ അവിടുന്ന് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഞാൻ തറയിൽ നിന്ന് പൊങ്ങിപ്പോയി. ഞാൻ പേടിച്ച് അവിടെ ഭിത്തിയെ പിടിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു ഭിത്തിയുടെ അടുത്ത് തൂണുണ്ട്, അതേ പിടിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എന്താ സംഭവിച്ചെന്ന് പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവമേ, മുഴുവൻ പാപം ഞാൻ പറഞ്ഞതാണല്ലോ, എന്നിട്ട് എനിക്ക് എന്താ പറ്റിയത്? ഇനിയും എന്നെ ശിക്ഷിക്കുകയാണല്ലോ, എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പറഞ്ഞ് ഞാൻ കരഞ്ഞുപോയി. പിടിവിടാൻ പേടി, ഞാൻ അതേ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു, ബലമായി തൂണെ പിടിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ പറഞ്ഞു, മോളെ, പാപം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയാ ജീവിക്കേണ്ടത്, അല്ലാതെ പാപവുമായിട്ട് വലിച്ചു നടക്കുന്ന ഒരു ജീവിതം ജീവിക്കാനല്ല ക്രിസ്ത്യാനിയെ ഞാൻ വിളിച്ചിരിക്കുന്നത്. അവൻ പാപമൊന്നുമില്ലാതെ വിശുദ്ധിയിൽ നിറഞ്ഞ് അന്തരീക്ഷത്തിൽ ഒരു പക്ഷി പറക്കുന്നത് പോലെ ഈ ഭൂമിയിൽ വിശുദ്ധമായ ജീവിതം, ഭാരമില്ലാത്ത ജീവിതം, മറ്റുള്ളവർക്ക് ഭാരമാകാത്ത ജീവിതം നയിക്കാൻ വേണ്ടിയാ അവനെ ഞാൻ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൽ ഇതാണ് നീ അനുഭവിക്കുന്ന, ഹൃദയത്തിൽ ഭാരമില്ലാതെ ഈ അനുഭവത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അവനിതൊന്നും അനുഭവിക്കുന്നില്ല. അവൻ ഈ ഭാരമായിട്ട് ചുമന്നു നടക്കുക. ഇതറിയാൻ വേണ്ടി ഇത് അനുവദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് എഴുന്നിട്ട് കുർബാനയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എഴുന്നിട്ട് ഞാൻ പോയി. അന്ന് അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് അഗ്നി കടന്നു വന്നു. എൻ്റെ ഹൃദയത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങൾ ഒരു ചലനവും ഉണ്ടായില്ല. ബാക്കി മുഴുവൻ തീക്കകത്ത് ശുദ്ധി ചെയ്തെടുക്കുന്ന പോലെ, തീ പറക്കുന്നത് പോലെ തോന്നി ശരീരത്തിൽ നിന്നല്ല. അപ്പം ഞാൻ ഓർത്ത്, ഹൃദയം കൊണ്ട് പാപം ചെയ്യാനൊന്നും പോയില്ലല്ലോ കുമ്പസാരം കഴിഞ്ഞു. പിന്നെ ഞാനെപ്പോഴും ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുദ്ധി കൊണ്ടും പാപം ചെയ്തൊന്നുമില്ല, പിന്നെ കൈകൊണ്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലായിരിക്കും എന്ന് കരുതി വന്നു. റൂമിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കട്ടിലേ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞു, ആ പാപങ്ങളുടെ ലിസ്റ്റ് എഴുതിയ കടലാസ് ഒന്നുകൂടി എടുക്കുക. അപ്പോൾ ഞാനതെടുത്തു. അമ്മ പറഞ്ഞു, അതിൽ 4-ാമത്തെ പേജിൽ അവസാനത്തെ ഖണ്ഡികയിൽ 6 പാപങ്ങൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടി നാളെ പോയി രാവിലെ തന്നെ പോയി കുമ്പസാരിച്ചോളണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെടുത്ത് നോക്കിയപ്പോൾ ശരിയാ, 5-6 ചെറിയ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ, ഇതൊക്കെ എന്തോരം ചെറിയ കാര്യങ്ങളാണ്, ഇത് ഒരു 100 പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പാപത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനി എന്തിനാ കുമ്പസാരിക്കുന്നത്? ഇതും കൂടെ അതിനകത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, എന്തിനാ ഇനി ഇത് പറഞ്ഞ് കുമ്പസാരിക്കാൻ പോകുന്ന? നാണക്കേടാ ഇനി ഇവിടെ കുമ്പസാരിക്കാൻ. ആളുകളെല്ലാം അറിഞ്ഞ് ഞാൻ കുമ്പസാരിച്ച കാര്യം, അതുകൊണ്ട് വേണ്ട, എന്നോട് ക്ഷമിക്കണം, ഞാനിത് വീട്ടിൽ ചെന്ന് കുമ്പസാരിച്ചോളാം, ഇത്രയല്ലേ ഉള്ളൂ. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ മോളെ, പാപങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതമില്ല. ഒരു കുഞ്ഞു പാപത്തോട് പോലും യേശുക്രിസ്തു അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കർത്താവ് അഡ്ജസ്റ്റ് ചെയ്യുകയല്ല ഒരു പാപത്തോട്. അവസാനത്തെ പാപം വരെയും അതുവരെയും തുടച്ചു നിൽക്കുന്നവനാ ക്രിസ്തു. അതുകൊണ്ട് ഇത് പോയി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക എന്നുള്ളതല്ലാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് പോയി കുമ്പസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്ന് കുമ്പസാരിച്ചാൽ മതിയോ? പോരാ, ഇവിടെ നിന്ന് കുമ്പസാരിച്ചിട്ട് പോകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആ അച്ഛൻ്റെ അടുത്ത് തന്നെ പിന്നെയും ചെന്ന് കുമ്പസാരിക്കാൻ കർത്താവ് അനുവദിച്ചു. അന്ന് കുമ്പസാരം കഴിഞ്ഞിട്ട് വന്നപ്പോൾ അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് വലിയ സന്തോഷമുണ്ടായി, വലിയ അഭിഷേകം ഉണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും എല്ലാം കിട്ടി, സന്തോഷമായി. ഞാൻ മുറിയിലേക്ക് വന്നു. അന്ന് 8 നോയമ്പാണ്. വെളുപ്പിന് 2 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ, എന്നിട്ട് കുളിച്ച് 3 മണിയായപ്പോഴേക്കും ഞാൻ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിലെത്തി. ആരും എഴുന്നേറ്റിട്ടില്ല. 8 നോയമ്പിൻ്റെ അന്ന് വെളുപ്പിന് 3 മണിയായിട്ടേ ഉള്ളൂ. പെട്ടെന്ന് പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് അമ്മ മേഘങ്ങൾക്കുള്ളിലൂടെ ഉയർന്നു പോയി. അപ്പോഴാണ് അമ്മയുടെ മഹത്വം, അമ്മയുടെ ശക്തിയൊക്കെ എനിക്ക് മനസ്സിലായത്. പ്രപഞ്ചം മുഴുവൻ അമ്മയുടെ മുമ്പിൽ വഴിമാറുകയാണ്. സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം വഴിമാറി തെറിച്ചു പോവുക ദൂരേക്ക്. എന്നിട്ട് അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി തന്നെ ഒരു വീതിയുണ്ടായി അന്തരീക്ഷത്തിൽ. അതിലേ കൂടിയാണ് അമ്മ പോകുന്നത്. അവയെല്ലാം അമ്മയെ വണങ്ങുന്നത് പോലെ തോന്നി. പരിശുദ്ധാത്മാവിന് ഒത്തിരി നന്ദി. ഞാനും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവര് പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കയ്യും കാലിട്ട് ഇളക്കുവോ തല ഇളക്കുവോ നാക്കിളക്കുവോ ഒന്നും ചെയ്തില്ല. അവർ പറയുക, ജലത്താൽ സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ബലിവസ്തുക്കളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ. ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും ചെറിയൊരു കുഞ്ഞിനും ഒരുപോലെ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയല്ലേ ദിവ്യകാരുണ്യത്തിനുള്ളിൽ ഞാൻ മറഞ്ഞിരിക്കുന്നത്. ഈശോ കാഴ്ചവസ്തുക്കളൊക്കെ ഒരുക്കാൻ ഒരു വശത്തേക്ക് മാറി. ആ സമയത്ത് 1 സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് കണ്ണടച്ചു തുറന്നു.
പിന്നെയോ നിന്റെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ ഉണ്ടാകട്ടെ, പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ കരങ്ങൾ ആരുടേതാണ്? ഈശോയുടെ. ഈശോയുടെ കൈകൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനാണോ? എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും, നിന്റെ മക്കൾ എവിടെയെന്ന്, നിന്റെ സഹോദരങ്ങൾ എവിടെയെന്ന്, സ്നേഹിതർ എവിടെയെന്ന് എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും. ദൈവത്തിന് നീ എന്ത് കൊടുക്കുന്നു? നിന്റെ കുഞ്ഞിനെ കൊണ്ട് എന്ത് കൊടുപ്പിക്കുന്നു? അതല്ലേ നിനക്കും തിരിച്ചു തരിക. നിന്റെ കയ്യിലുള്ളത് നിറഞ്ഞ മനസ്സോടെ ഒരു നാണയത്തൊട്ടേ ഉള്ളെങ്കിൽ നീ നിന്റെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ആ ദൈവം നിനക്ക് തിരിച്ചു തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നാൽ എനിക്ക് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് നീ വായിച്ചിട്ടില്ലേ? യോഹന്നാൻ എന്താ? മാതാവേ സ്വസ്തി അംബികേ, ദൈവമാതാവേ സ്വസ്തി കന്യകേ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് ദൈവപിതാവിൻ്റെ ഹൃദയത്തിലുരുവായ വിത്ത് പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ വിതച്ചു. കരതെല്ലും കലരാത്ത കൈവല്യദീപം, കനിവിന്റെ കേദാരമാകുന്ന ദീപം, ഇന്നെന്റെ ആത്മാവിനുയിരേകുവാൻ റബ്ബൂനി. യോന, 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 നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിൽ ചെന്ന് കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. നിനിവേ മഹാരാജാവിന്റെയും അവന്റെ പ്രമുഖന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ